നിയർ ഫ്യൂച്ചറിൽ കുട്ടികൾക്കും അഡൾട്ട്സിനെല്ലാം ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ട് വരാൻ പോകുന്ന ഒരു കാര്യം മിക്കവാറും ഷോർട്ട് അറ്റൻഷൻ സ്പാൻ എന്നുള്ളതായിരിക്കും. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കുറച്ച് കൂടുതൽ നേരം ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇത് പണ്ടും ഉണ്ടായിരുന്നു. ഓബിയസ്ലി ഇപ്പോൾ എല്ലാവർക്കും ഒരേ ടൈപ്പിലല്ല ഫോക്കസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കാര്യങ്ങളും ഉണ്ടാവുക. പക്ഷേ ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ ഇറയിൽ ഇത് കുറച്ചും കൂടി റെലവെൻ്റ് ആയിട്ട് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പണ്ട് നമുക്ക് ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള ചാൻസസ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം പണ്ട് ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ന് ഇത്തരത്തിലുള്ള എന്താ പറയുക, ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള ചാൻസസ് കൂടുതലുമാണ്. ആൻഡ് കിഡ്സ് ആൻഡ് പീപ്പിൾ ആർ കൺസ്യൂമിങ് മോർ ഷോർട്ട് ഫോം വീഡിയോസ്. അപ്പോൾ ഇത് തന്നെ ഈ ഷോർട്ട് അറ്റൻഷൻ സ്പാൻ ഉണ്ടാക്കാനുള്ള മെയിൻ കാരണങ്ങളിൽ ഒരു കാരണമാണ്. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് ഗൂഗിളിലോ ChatGPT എവിടെ പോയി റിസർച്ച് ചെയ്ത് കഴിഞ്ഞാലും യു വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ്. ആക്ച്വലി ഒരു പ്രോബ്ലം ആണോ? അത് നമുക്കൊരു റിയൽ ലൈഫ് സിറ്റുവേഷൻ എടുത്തിട്ട് എക്സാമ്പിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കുട്ടികളെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം ഓവർ ദ ടൈം ഫ്യൂച്ചറിൽ ഇവർക്ക് നല്ലൊരു ജോലി കിട്ടണം, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിലോ വോട്ട് എവർ ഇറ്റ് ഈസ് ആ ഒരു ഫിനാൻഷ്യൽ സെഗ്മെന്റിലേക്ക് പോകണം എന്നുള്ള കാരണം കൊണ്ടൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ഫോക്കസ് കുറവായിട്ടുള്ള ഒരാളെ ജോലിക്ക് എടുക്കുമെന്ന്? ഈ ഷോർട്ട് അറ്റൻഷൻ സ്പാൻ ശ്രദ്ധിക്കാതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഓബിയസ്ലി വാട്ട് വിൽ ഹാപ്പൻ ടു ദാറ്റ് സ്പെസിഫിക് ഇറ്റ് ഇസ് ദാറ്റ് അവർക്ക് ഫോക്കസ് ചെയ്യാനുള്ള കഴിവില്ലാതെയാവും. അതുകൊണ്ട് തന്നെ ഒരു ജോലി കിട്ടാനുള്ള ചാൻസസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ആൻഡ് ഈവൻ ഇനിയിപ്പോൾ ബിസിനസ് റിലേറ്റഡ് ആണെന്ന് വിചാരിക്കുക, അതിൽ ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്, അതേപോലെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, അല്ലെങ്കിൽ ലോങ് ടേം പെർസ്പെക്റ്റീവിലെ കാര്യങ്ങൾ നോക്കിക്കാണുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം കാര്യമായിട്ടുള്ളൊരു കുറവ് സംഭവിക്കും ഈ ഒരു ഷോർട്ട് അറ്റൻഷൻ സ്പാൻ ശ്രദ്ധിക്കാതെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതെല്ലാം ഇപ്പോൾ പാരൻസിനോടൊപ്പം നിങ്ങളെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ഇതിലൂടെ എനിക്ക് വീഡിയോ വ്യൂസ് കിട്ടാനോ ഫോളോവേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ല. നിർബന്ധമായിട്ട് ഞാനൊരു റിക്വസ്റ്റ് കൂടി പറയുന്നത്, യു ഡോണ്ട് നീഡ് ടു ഫോളോ മീ, ഐ ജസ്റ്റ് വോണ്ട് ടു ഇൻഫോം. കാരണം ഈ ഷോർട്ട് അറ്റൻഷൻ സ്പാൻ എന്നുള്ളത് വലിയൊരു ഇഷ്യൂ ആയിട്ട് ഇതുവരെ അങ്ങനെ കാര്യമായിട്ട് ചർച്ച ചെയ്തപ്പെട്ട് തുടങ്ങിയിട്ടില്ല. ഓവർ ദ ടൈം എന്തായാലും അത് വരുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കഴിഞ്ഞൊരു 8-10 വർഷമായിട്ട് ഐ എം വർക്കിംഗ് ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ ആൻഡ് വി ആർ ഇൻ ടു ദി ഹ്യൂമൻ സൈക്കോളജി ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റഫ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രോബ്ലം എത്രത്തോളം വരും, അതിനെന്തൊക്കെയായിരിക്കും ഒരു ഇഷ്യൂസ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻസ് നമ്മുടെ മൈൻഡിൽ ഉള്ളത് കൊണ്ട് ഐ ജസ്റ്റ് വോണ്ട് ടു ഷെയർ ഇറ്റ് വിത്ത് ഓൾ ദ പാരൻസ് ദർ. ആൻഡ് ഓബിയസ്ലി നിങ്ങളും ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുക. ആൻഡ് നമുക്കത് സിംപ്ലി എന്താ പറയുക, ടെക്നോളജീനെ നമുക്ക് അങ്ങനെയാണ്ട് ഒഴിവാക്കിയിട്ട് അത് ചെയ്യാനൊന്നും പറ്റില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് എക്സാക്ട്ലി വി ആർ ഗോയിങ് ത്രൂ. ആൻഡ് അതിൽ നമ്മളെ കൊണ്ട് നമ്മുടെ ലിമിറ്റേഷൻസിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, ആൻഡ് അതിലൂടെ നമുക്ക് നമ്മുടെ കുട്ടികളെ എങ്ങനെ കുറച്ചും കൂടിയും ഒരു കൂടുതൽ അറ്റൻഷൻ ഉള്ള ഒരു കാറ്റഗറിയിലേക്ക് ആക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളത് റിസർച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും തോന്നുന്നു.